നമസ്കാരം. സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഭീകരന്മാരായ ദിനോസറുകൾക്ക് 6 കോടി വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് മറ്റൊന്നാണ്. ദിനോസറുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ആ സാധാരണ കോഴി സത്യത്തിലൊരു കുട്ടി ദിനോസറാണ്. മാംസഭുക്കുകളായ തെറാപ്പോഡ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ നേരിട്ടുള്ള പിന്മുറക്കാരാണ് ഇന്നത്തെ പക്ഷികൾ. പണ്ട് നമ്മൾ കരുതിയിരുന്നത് ദിനോസറുകൾക്ക് പല്ലിയുടേതിന് സമാനമായ തൊലിയാണെന്നാണ്. എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് പല ദിനോസറുകൾക്കും പക്ഷികളെ പോലെ മനോഹരമായ തൂവലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ചിക്കനോസോറസ്. ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാമെങ്കിലും ജനിതകശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു പരീക്ഷണമാണിത്. പ്രശസ്ത പാലിയന്റോളജിസ്റ്റ് ജാക്ക് ഹോണറാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. സിനിമകളിൽ കാണുന്നത് പോലെ പഴയ ഫോസിലുകളിൽ നിന്ന് DNA എടുത്ത് ദിനോസറുകളെ ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് പകരമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ദിനോസറുകളുടെ പിന്മുറക്കാരായ കോഴികളിൽ മാറ്റം വരുത്തി അവയെ ദിനോസറുകളാക്കി മാറ്റുന്ന രീതിയാണിത്. ഇതിനെ റിവേഴ്സ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നു. കോഴികളുടെ DNAയിൽ ലക്ഷക്കണക്കിന് വർഷം മുൻപുള്ള അവരുടെ പൂർവികരുടെ, അതായത് ദിനോസറുകളുടെ ജനിതക വിവരങ്ങൾ ഇന്നും ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ പരിണാമം സംഭവിച്ചപ്പോൾ ഈ ഗുണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. ഈ സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്യുന്നതാണ് പരീക്ഷണം. ശാസ്ത്രജ്ഞർ പ്രധാനമായും 4 മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്നാമത്തേത് വാല്. പക്ഷികൾക്ക് നീളമുള്ള വാലില്ല, പകരം തൂവലുകളാണുള്ളത്. എന്നാൽ കോഴിമുട്ടയ്ക്കുള്ളിലെ ഭ്രൂണത്തിൽ മാറ്റം വരുത്തി നീളമുള്ള അസ്ഥിയുള്ള വാലുകൾ വികസിപ്പിക്കുക. രണ്ടാമത്തേത് കൈകൾ. ചിറകുകൾക്ക് പകരം ദിനോസറുകളെ പോലെ നഖമുള്ള കൈകൾ ഉണ്ടാക്കുക. മൂന്നാമത്തേത് താടിയെല്ല്. പക്ഷികളുടെ കൂർത്ത ചുണ്ടിന് പകരം പല്ലുകളുള്ള ഉരുണ്ട താടിയെല്ല് വികസിപ്പിക്കുക. പരീക്ഷണശാലയിൽ ചില നിർണായക വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ കോഴിമുട്ടയിലെ ഭ്രൂണത്തിൽ മാറ്റം വരുത്തി പക്ഷിയുടെ ചുണ്ടിന് പകരം ദിനോസറുകളുടേതിന് സമാനമായ താടിയെല്ല് വികസിപ്പിക്കുന്നതിൽ വിജയിച്ചു. പക്ഷികളുടെ കാലിലെ അസ്ഥികളെ ദിനോസറുകളുടെ കാലുകൾക്ക് സമാനമായി മാറ്റുന്നതിലും അവർ വിജയിച്ചു. വെറുതെ ഒരു വിചിത്ര ജീവിയെ ഉണ്ടാക്കുക എന്നതല്ല ഇതിന്റെ ലക്ഷ്യം. ജനിതക മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു വർഗത്തെ മൊത്തമായി മാറ്റുന്നതെന്ന് മനസ്സിലാക്കാനും മനുഷ്യരിലെ ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കാനും നട്ടെല്ലിനേൽക്കുന്ന പരിക്കുകൾ പരിഹരിക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ഈ ഗവേഷണം സഹായിക്കും. എന്നാൽ ചിക്കനോസോറസ് ഉണ്ടായാൽ അത് ലോകം പിടിച്ചടക്കുമോ എന്ന പേടി വേണ്ട. ഇത് വെറും ഒരു കോഴിയുടെ വലിപ്പമുള്ള വാലും പല്ലുമുള്ള ഒരു ജീവി മാത്രമായിരിക്കും. ഇതൊരു വലിയ വിപ്ലവമാണ്. പക്ഷേ പ്രകൃതി നിയമങ്ങളിൽ മനുഷ്യൻ ഇടപെടുന്നതിനെതിരെ വലിയ ധാർമ്മികമായ എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.